മഹാവിഷ്ണുവും മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രമാണ്. ലക്ഷ്മി നാരായണ പൂജയാണ് പ്രധാനം. തുളസിമാല, നെയ്വിളക്ക്, പാൽപ്പായസം, ഇത് ഭഗവാന്റെ വഴിപാടുകൾ. ഒരു ഭക്തൻ വന്നാൽ കൊടുക്കുന്ന ഇതാണ്. ലക്ഷ്മി നാരായണ പൂജ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം, ധനം, ഐശ്വര്യം, സമ്പത്ത്, ആയുസ്, ആരോഗ്യം, ഇതെല്ലാத்தைയും മഹാലക്ഷ്മി പൂജ, ലക്ഷ്മി നാരായണ പൂജ അത് ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായിക്കൊണ്ട് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുക. വന്ന് ചെയ്യുന്നവർക്ക് ആർക്കും ഇന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ഇന്നും നിലവിളക്ക് കൊണ്ടുവച്ചു. കണ്ട അത്രയും വലിയൊരു അവരവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊണ്ടുവയ്ക്കുന്നു. അവരെ കാര്യം സാധിക്കുന്നു. അവർ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇന്നലെ തന്നെ ഒരു 10-25,000 രൂപ ഒരു നിലവിളക്ക് ഒരു പാർട്ടി, അവരെ ഭർത്താവിനും അവരുമായിട്ടുള്ള പിണക്കം മാറി അവരൊരുമിച്ച്. ആ സ്ത്രീ ഡോക്ടറാണ്. തന്തയും മോളും കൂടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് ഇത് ഞങ്ങളെ വീട്ടിലെ പിണക്കം മാറി സന്തോഷമായി. ഞാൻ നാളെ ഇവിടെ നിന്ന് അമേരിക്കയിൽ കയറിയാണ്. എൻ്റെ സന്തോഷം ആ വിളക്കും കൂടെ കൊണ്ടുവച്ചിട്ട് വിളക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് തരാം. ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭക്തരെത്തുന്നു, അവരുടെ പ്രാർത്ഥനയിൽ ഫലം ഉണ്ടാകുന്നു. അവർ കാണിക്കയായിട്ട് ഒരുപാട് കാര്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് പേര് കൊടിമരത്തിന് പറയടിച്ചു തരുന്നുണ്ട്. പിന്നെ ഭഗവാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അവരെ കൊണ്ടൊക്കുന്ന സഹായങ്ങളെല്ലാം എല്ലാവരും ചെയ്തു തരിക. സഹായങ്ങൾ നൽകുന്നുണ്ടോ, നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? ആരുകൊണ്ട് അമ്പലമല്ലേ, ക്ഷേത്രത്തിൽ സഹായം ചെന്നാൽ സ്വീകരിക്കാതിരിക്കാക്കൂ. ആരുടെ നിങ്ങൾ ഇത്രയും ചെയ്താന്ന് പറയുന്നില്ല. അറിവിലേക്ക് ചോദിക്കുന്നു, അർച്ചന നടത്താൻ 20 രൂപ, നമ്മുടെ 10 രൂപ. ഒരു ഭക്ത എന്ന നിലയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് അരിയാലിൻ്റെ മുട്ട്, അത് ഒന്നല്ല 108 പേരാലിൻ്റെ മുട്ട്, ചമത എന്ന് പറയുന്ന അതിൻ്റെ മുട്ട്, അതിൻ്റെ കൊമ്പിനെയാണ് മുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത്തി, ഇത്തി, അതുപോലെ തന്നെ കടലാടി എന്ന് പറയുന്ന സാധനം, അമൃത വള്ളി അല്ലെങ്കിൽ ചിറ്റമൃത് എന്നതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട്, അതുപോലെ വെള്ളക്കടുവ്, അതുപോലെ ഇത് ഇങ്ങനെയുള്ള കുറേ അങ്ങാടി മരുന്നുകളും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഔഷധ സസ്യങ്ങളും മനുഷ്യൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എല്ലാ സർവ്വദോഷങ്ങളും മാറ്റി ഒരു ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയോടുകൂടി മനുഷ്യനെ നല്ല രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കാൻ, തിന്മകളില്ലാതെ നന്മയിലേക്ക് ഐക്യത്തോടെ ജീവിക്കാൻ, കുടുംബൈക്യത്തിനും ഭദ്രതയ്ക്കും ശത്രുക്കളില്ലാതെ ജീവിക്കാനും. അതായത് ഒരു വ്യക്തി ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന ആ വൈരാഗ്യം നിർത്താൻ വേണ്ടിയുള്ള പൂജകളാണ്. ഈ ഒരു ദിവസം ലക്ഷ്മി പൂജയിൽ പങ്കെടുക്കുക. ലക്ഷ്മി പൂജ എന്ന് പറയുമ്പോൾ വലിയ പൂജയാണ്. അതിൽ ഒരുപാട് ശാസ്ത്രീയമായിട്ടും താന്ത്രികമായിട്ടൊക്കെ പറയുന്ന ഒരുപാട് സംഗതികൾ ഉപയോഗിച്ചുള്ള. അപ്പൊ അതിൽ ഒരു പൂജയിൽ ഒരു ഭക്തന് പങ്കെടുക്കണമെങ്കിൽ എത്ര രൂപയുടെ വഴിപാടുകളാണ് നടത്തുന്നത്? 150 രൂപ എടുക്കുമ്പോൾ ഒരു ഭക്തന് ഒരു ദിവസം പൂജ 2 മണിക്കൂർ ഒരു കലശം ലക്ഷ്മി പൂജ ഇവിടെ നടത്തുന്നത്. 2 മണിക്കൂർ അതിന് 150 രൂപയാണ് നമ്മളിവിടെ വാങ്ങിക്കാറ്. പിന്നെ ഓരോ ഭക്തരുടെയും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർ വിവിധങ്ങളായ പൂജകൾ ചെയ്യും. അത് അവരെ വരുമ്പോൾ അവരെ ഓരോ ആവശ്യങ്ങൾ, അവരുടെ കുടുംബത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതിന് ആ ആവശ്യം അനുസരിച്ച്, അസുഖമുള്ളവന് അസുഖത്തിൻ്റെ പൂജ, കുടുംബകലമുള്ളവർക്ക് അതിനുള്ള പൂജ, അങ്ങനെ അതിന് ഓരോന്ന് എന്താണ് അവരവരുടെ ആവശ്യം അതനുസരിച്ചുള്ള പൂജ നമ്മളിവിടെ ചെയ്യും. ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വഴിപാട് വിവരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം 100ഓളം വഴിപാടുകളെ പറ്റി വിവരിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ചില ഭക്തർ വന്നിട്ട് ഈ വഴിപാടുകളെല്ലാം ഒരുമിച്ച് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? ഒരുമിച്ച് ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവർ പൈസ തന്നിട്ട് ഇന്ന വഴിപാടുകൾ ചെയ്യണം, ഞങ്ങൾ പൈസ അടച്ചിട്ടുണ്ട്, ഇന്ന ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകണവരുണ്ട്. അവർ പൈസ ഒരുമിച്ച് അടയ്ക്കുന്നുണ്ട്. ഇന്ന പരിപാടി ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ആ പരിപാടി വേണമെന്നവർക്ക് അയച്ചും കൊടുക്കും. വേണമെന്ന് പറഞ്ഞാൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെത്തി ഒരു 20 രൂപയുടെ അർച്ചന നടത്തിയാൽ പോലും ഇവിടുത്തെ ദൈവം പ്രാർത്ഥന കേൾക്കും. 20 രൂപ അർച്ചനയല്ലല്ലോ. മാർത്താണ്ഡെന്നൊരു ഭക്തൻ ഉത്രാടത്തിൻ്റെ രാത്രി വൈകുന്നേരത്തെ 6 മണിക്ക് ആ ഭക്തൻ ഈ വീഡിയോ കാണുന്നു. അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ച്, ഭഗവാനെ ലക്ഷ്മി നാരായണ, എനിക്കിന്ന് തിരുവോണം ഉണ്ണാൻ നിവൃത്തിയില്ല, എനിക്ക് ഇത്ര പൈസ 3 വർഷം കൊണ്ട് എടുത്താൽ തരാനുണ്ട്, ആ പൈസ ഇതൊരിക്കൽ കിട്ടിയിട്ടില്ല, എനിക്ക് ആ പൈസ കിട്ടുമെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്കകത്ത് എനിക്ക് ഈ പൈസ കിട്ടുമെങ്കിൽ ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഈ പൈസയായിട്ട് വന്ന് 9:50 വരെ നോക്കിയിരുന്നു. 9:50 ആയപ്പോൾ ആ പൈസയും കൊണ്ട് ആ വീട്ടിൽ ചെന്ന് ആ പൈസ കൊടുത്തു, വാങ്ങിച്ചു. ആ ഭക്തന്റെ സർവ്വ ആവശ്യങ്ങളും സാധിച്ചു. നേരം വെളുത്തോ ഭഗവാന്റെ മുമ്പിൽ. ഇപ്പോൾ ഒരു ഗുരുതി പൂജ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മൃത്യുഞ്ജ പൂജ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നരസിംഹമൂർത്തിയുടെ മന്ത്രം ജപിക്കുന്ന സമയത്ത് പൂജ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ സുദർശന മന്ത്രം ജപിക്കുമ്പോൾ, ഇത് 7 ആഴ്ച കൊണ്ടാണ് ഈ പൂജകളൊക്കെ നടക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് 7 ആഴ്ചയാണ് ഒരു വ്യക്തിക്ക് പൂജ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ പൂജയിൽ പങ്കെടുത്ത വ്യക്തിക്ക് ഞാൻ പറയുന്ന മന്ത്രം, ഒരു ഭക്ത എന്ന നിലയിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങൾ ഈ 3 ആഴ്ച കൊണ്ട് ചെയ്ത കാര്യസിദ്ധി നേടും.
അത്രയും ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും ഈ ദേവതേൻ്റെ ഇത് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദേവീദേവൻ്റെ ക്ഷേത്രത്തിൽ മൂലമന്ത്രം ഉപദേശിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഫലപ്രാപ്തി എന്ന് ചോദിക്കുമ്പോൾ താമരയിൽ ഒരു ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നുണ്ട്. ആ ഉണ്ണിക്കണ്ണൻ അവിടെ ഒരു കടമ്പു മരച്ചോട്ടിൽ, ആ കടമ്പു മരച്ചോട് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആ വൃക്ഷങ്ങൾക്ക് ഒരു സ്വർണം വർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വില്ലുമംഗല സ്വാമിയാർക്കും കുറൂരമ്മയ്ക്കും അതുപോലെ പൂന്താനത്തിനും ഭക്തിമാർഗത്തിൽ കൂടി ചെറിയ ബാലനായ ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണന് വേറെ ഒന്നും സമയമില്ല. രണ്ട് കയ്യിലും വെണ്ണയുണ്ട്. ഒരു കയ്യിൽ വെണ്ണ കുടുക്കിയിൽ നിന്ന് എടുക്കണം, മറ്റേ കയ്യിൽ വെണ്ണ കഴിക്കണം. അപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഭക്തർക്ക് പെട്ടെന്ന് അഭിഷ്ടം നേടിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. ഓൺലൈനിൽ പൈസ അയക്കുന്നുണ്ട്. 7 ആഴ്ച വരാൻ ഒക്കാത്ത ഭക്തർക്ക് ഒരാഴ്ച അവർ മുടങ്ങിപ്പോയാൽ അടുത്ത 7ാമത്തെ ആഴ്ച ആ രസീത് ഞങ്ങൾ എടുത്ത് മാറ്റും. അതിന് 8ാമത്തെ ആഴ്ച, ആ 7ാമത്തെ ആഴ്ച തന്നെ അവർ രസീത് വീണ്ടും എഴുതി വയ്ക്കും. എഴുതി വെച്ചിട്ട് 8ാമത്തെ ഒരു പൂജയും കൂടെ അഡീഷണൽ കാശ് വാങ്ങിക്കാൻ ഞങ്ങളിവിടെ പൂജ ചെയ്ത് കൊടുക്കും. അത് എങ്ങനെയാണ് എല്ലാ ഭക്തർക്കും. എത്തിച്ചേരാത്ത ഭക്തരാണ് ഈ ഓൺലൈനിൽ അവർ ഓൺലൈനിൽ അവർക്ക് പൈസ അയക്കും. വിവിധങ്ങളായ പൂജകൾ ഒരുമിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഉണ്ട്. അവർ ചിലപ്പം ഗുരുതി പൂജ ചെയ്യും, ലക്ഷ്മി പൂജ ചെയ്യും, സ്വർശന ഹോമം ചെയ്യും, നരസിംഹ ഹോമം ചെയ്യും, മൃത്യുഞ്ജയ ഹോമം ചെയ്യും, പിന്നെ ശനീശ്വര ഹോമം ചെയ്യും, പിന്നെ ഭഗവതി സേവ ചെയ്യും, സരസ്വതി പൂജ ചെയ്യും, പിന്നെ പഞ്ചാമൃതം മുരുകന് പഞ്ചാമൃതാഭിഷേകം ചെയ്യും. ഇങ്ങനെയൊക്കെ പല അനവധി അവരവരുടെ ആവശ്യം എല്ലാം ഒരുപാട് വഴി. കാരണം എല്ലാ ദേവന്മാരും അടങ്ങിയിരിക്കുന്ന ക്ഷേത്രമല്ലേ ഇത്. ഏറ്റവും ഹനുമാൻ സഹിതമുള്ള ക്ഷേത്രമല്ലേ. എല്ലാ ദേവന്മാരും അടങ്ങിയിട്ടുള്ള ഒരു മേജർ അമ്പലമാണ്. ആ അമ്പലത്തിനകത്ത് എല്ലാ ദേവന്മാർക്കും പൂജ തന്നെ. എല്ലാ ക്ഷേത്രത്തിൻ്റെ കണക്ക് ഒരു മൂലക്ഷേത്രത്തിൽ മാത്രം പൂജയായിട്ട് വയ്ക്കില്ല. ഇവിടെ എല്ലാ ദേവന്മാരും ഒരുപോലെ കൊടുത്ത് പൂജ ചെയ്യണം. അതാണ് ഈ ഭഗവാന്റെ ആ ഉയർച്ച, ഐശ്വര്യം. അതാണ് അവർക്ക് വരുന്നവർക്കും. അവർ പറയുന്നില്ല ഈ മണ്ണി ചവിട്ടുമ്പം അവർ തന്നെ പറയും, ഞങ്ങളിവിടെ വന്ന് ഈ മണ്ണി ചവിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക എനർജി കിട്ടുന്നു. അത് ഞങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എത്ര വഴക്കുമായി വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അത് മാറുന്നു, ഞങ്ങളെ കുടുംബം ഐശ്വര്യമാകുന്നു എന്ന് അവരിഞ്ഞാട്ട് വന്ന് പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, അവരിഞ്ഞാട്ട് വന്ന് പറയാം. അങ്ങനെ എത്രയോ പേര് പറയും. നിങ്ങളെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞു. വരുന്ന ഭക്തർ സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരേപോലെ നടക്കണമെന്നില്ല അല്ലേ? എല്ലാം നടക്കൂല. ചില സമയദോഷമുള്ളവന് ചിലപ്പോൾ 2-3 മാസം കഴിയും. അവൻ ആ കാര്യം നടന്നിരിക്കും. അങ്ങനെ മെനങ്ങാന്നൊരാൾ വന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ വിളിച്ച് പൂജ നടന്നില്ല, ഞങ്ങൾക്കൊന്നും നടന്നില്ല എന്ന് പറയും. അടുത്ത ആഴ്ച എൻ്റെ കാര്യം നടന്നാണ് ഞാൻ ഓടി ഇവിടെ വന്നത്. ഇന്നിപ്പോൾ ഒരു സ്ത്രീ വന്നു, തിരുവനന്തപുരത്തുള്ള അവരെ കാര്യമെല്ലാം നടന്നു. അപ്പോൾ അത് പിന്നെ 2-3 മാസം കൊണ്ട് വന്നില്ല. ഇപ്പോൾ അവരെ മോൻ്റെ ഒരു പ്രശ്നം വന്നു, ഇവിടെ വന്നു. എൻ്റെ മോൻ്റെ കാര്യമെല്ലാം നടന്നു വന്നില്ല. എനിക്കിപ്പോൾ രണ്ടാമതും മോൻ്റെ ഒരു കാര്യം നടത്തുമ്പോൾ അവർ വന്ന് പൂജയ്ക്ക് എത്തിയിട്ടിട്ട് പോയി. ഈ പൂജയിൽ പങ്കെടുത്ത് നേരിട്ട് ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ ഉരുവിട്ട് കഴിഞ്ഞാൽ ഫലം പെട്ടെന്ന് നടക്കും അല്ലേ? പെട്ടെന്ന് നടക്കുന്ന ആ പൂജയിൽ പങ്കെടുത്ത് 1008 നാമം ഉണ്ട്. അത് അത്തി ഇത്തി അരയാൽ പേരാൽ എഴുക്ക് മുരുക്ക് കടലാടി വെള്ളക്കടുവ് പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ തേൻ നെയ്യ് ഇങ്ങനെയുള്ള എല്ലാ പൂജാതിക്കുള്ള സാധനങ്ങൾ ചേർത്താണ് പൂജ. അല്ലാതെ എല്ലാ അമ്പലത്തിനും ഒരു തൊണ്ടും ചിരട്ടിയിട്ട് ഒരു ഗണപതി ഹോമം പറഞ്ഞിട്ട് കൊടുക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. വെള്ളക്കടുവുണ്ട്, ശത്രു സംഹാരം, ഇതൊക്കെ ചെയ്താണ് ഞങ്ങൾ ഇവിടെ. തെറ്റ് ചെയ്യാത്തവനും ഉണ്ടാവില്ലേ? തെറ്റ് ചെയ്യുന്നേ കിട്ടൂ. വേല ചെയ്യുന്നല്ലേ കൂലി കിട്ടുള്ളൂ. വേല ചെയ്യാത്തവന് കൂലി കൊടുക്കില്ല. ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ എല്ലാം കാലത്ത് പകല് നടത്തുന്ന പൂജകളേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഭക്തരെ കൂട്ടമായിട്ട് നിർത്തി അവരെ കൊണ്ട് നാമം ചൊല്ലിച്ച് ഈ ഒത്തു ചൊല്ലിച്ചാണ് ഈ പൂജകൾ നടക്കുന്നത്.